SSLC IT എക്സാം വളരെ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, എല്ലാ ക്ലാസ് ഗ്രൂപ്പിലും ഷെയർ ചെയ്യുക, ഇത് മിസ് ചെയ്യരുത് ആൻഡ് ഫുൾ വീഡിയോ കാണാം. ഫസ്റ്റ് കാര്യം ഞാൻ പറയാം, SSLC IT എക്സാമിനുള്ള പ്രാക്ടിക്കൽ ക്ലാസ്, തിയറി ക്ലാസ് എല്ലാ ക്ലാസ്സും ഫ്രീ ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഈ ചാനലിൽ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഇപ്പം തന്നെ ബെല്ലൈക്കൺ ഓണാക്കി വെക്കുക. വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ മക്കളെ, നിങ്ങളുടെ SSLC എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫസ്റ്റ് എക്സാമാണ് നിങ്ങളുടെ IT പരീക്ഷ. അതിന് A+ മേടിക്കണം. അതുപോലെയാണ് ബാക്കി എല്ലാ സബ്ജക്ട്സിനും A+ മേടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇതാ SSLC ലക്ഷ്യ റിവിഷൻ ബാച്ച് ഉണ്ട്. നിങ്ങൾക്ക് 2000 രൂപയാണ്. വേഗം തന്നെ ജോയിൻ ചെയ്തിട്ട് പഠിച്ചു തുടങ്ങാം. ഇതിലാകുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ കിട്ടുന്നതായിരിക്കും. വേഗം തന്നെ ജോയിൻ ചെയ്യാം. എല്ലാ PYQs എല്ലാ സബ്ജക്ട്സിനുള്ള ക്ലാസ്സസും ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ +1 ബാച്ചിൽ ജോയിൻ ചെയ്തോ. +1 എക്സാമിനർ അഗ്നി ബാച്ച് ഉണ്ട്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് +1 അഡ്മിഷൻ മൊത്തം കിട്ടും 6000 റുപ്പീസിൽ. ഇതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ വർഷത്തെ റിവിഷൻ ബാച്ചും കിട്ടുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് സയൻസ് ആണെന്ന് ഉറപ്പില്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല മക്കളെ. +1 നിങ്ങൾക്ക് ബുക്കുകൾ കിട്ടുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് സയൻസ് പോയാതെ ഞാൻ പറഞ്ഞത് സയൻസ് ഉണ്ട്, അതേപോലെ തന്നെ ജ്വാല ബാച്ച് ഉണ്ട്. കൊമേഴ്സിന് സെയിം ഫീസാണ്. നിങ്ങൾക്ക് +1 ഏതാണ് ഇഷ്ടം എന്ന് ചൂസ് ചെയ്യാം. അതുപോലാതെ നീറ്റിനും നിങ്ങൾക്ക് JEEക്കും എൻട്രൻസ് കോച്ചിങ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ തന്നെ ഇതിൽ ഏത് ബാച്ചിൽ ജോയിൻ ചെയ്താലും എക്സാമിന് പറഞ്ഞാൽ SSLC റിവിഷൻ ഫ്രീ ആയിട്ട് കിട്ടും. ഇനി നമ്മുടെ എക്സാമിനെ പറ്റി വരാം. IT എക്സാം. IT എക്സാമിൻ്റെ ഡേറ്റ്സ് ഇങ്ങനെയാണ് വരുന്നത്. IT മോഡൽ പരീക്ഷ January 17th to 29th. ജാനുവരി തീരുന്നവരെ നിങ്ങളുടെ IT മോഡൽ എക്സാം സ്കൂളിൽ നടത്തി തീർക്കും. ഓക്കെ, അതുപോലെ ഇപ്പോഴൊക്കെ ആയിരിക്കും ഈ മോഡൽ പരീക്ഷ സമയത്തായിരിക്കും നിങ്ങൾ കുറേ ആൾക്കാർ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. ഓ, ഈ ചാപ്റ്റർ ഉണ്ടോ, ഓ ഈ സോഫ്റ്റ്വെയർ പഠിക്കണോ, പൈത്തണിൽ അതായിരുന്നു പഠിക്കണ്ടേ എന്നൊക്കെ അറിയാൻ പോകുന്നത്. ഓക്കെ, അപ്പോഴായിരിക്കും ടെൻഷൻ അടിച്ചിട്ട് ഒരു 27, 28 ആകുമ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് മെസ്സേജ് അയച്ചു തുടങ്ങും, കമൻസിലൂടെ IT ഹെൽപ്പ് വേണം, IT ഹെൽപ്പ് വേണം, IT ഹെൽപ്പ് വേണം. ഇപ്പം ഈ പ്രാവശ്യം നമ്മൾ നേരത്തെ തുടങ്ങുകയാണ്. ഇനി നിങ്ങളുടെ പബ്ലിക് എക്സാം February 1 മുതൽ വാലന്റൈൻസ് ഡേ വരെ ഉണ്ട്. ഓക്കെ, അപ്പോൾ വാലന്റൈൻസ് ഡേ വരെ ഉണ്ട് നമ്മുടെ പബ്ലിക് എക്സാം. അതിനുള്ളിൽ നിങ്ങളുടെ റോൾ നമ്പർ അനുസരിച്ച് സ്കൂളിൽ ഡിസൈഡ് ചെയ്ത പോലെ ഇരിക്കുക. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. 50 മാർക്കിൻ്റെ പരീക്ഷ. 50 മാർക്കിൽ A+ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണ് ഒരു 45 മാർക്ക് വേണം. 90% വേണം. 45 മാർക്ക് വേണം 50 മാർക്കിൽ. 50 മാർക്ക് മൊത്തം ഒരു ദിവസം പ്രാക്ടിക്കലിലാണ് കിട്ടുക. ഞാൻ പറഞ്ഞത് CE മാർക്ക് ഉണ്ട്. CE മാർക്ക് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഇവാലുവേഷൻ മാർക്ക് 10 മാർക്ക്. നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളുടെ ഈ വർഷത്തെ മൊത്തം പെർഫോമൻസ് ഒക്കെ നോക്കും. നിങ്ങൾ നല്ല കുട്ടിയാണോ നോക്കും. വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാണ്ട് നിങ്ങൾ മോശമില്ലാണ്ടൊക്കെ പെരുമാറാതെ ഇരുന്നാൽ ഓക്കെ, നല്ല കുട്ടിയായിരുന്നു, നിങ്ങൾക്ക് 10 മാർക്ക് കിട്ടും. വലിയ പേടിക്കേണ്ട ആവശ്യമില്ല. മിക്കവർക്കും 8 to 10, 8ൻ്റെ മേലെ എന്താണെങ്കിലും കിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾ നല്ല കുട്ടിയാണ്. നിങ്ങൾ എന്തെങ്കിലും സീരിയസ് ഇഷ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം കുറയും. ഓക്കെ, അപ്പം നിങ്ങൾ അതിനെപ്പറ്റി പേടിക്കേണ്ട. 10 മാർക്സ് അവിടെ ഗ്യാരണ്ടീഡാണ്. നിങ്ങൾ വലിയ പ്രശ്നം വല്ലതും ചെയ്തിട്ടുണ്ട് 1 മാർക്ക് 2 മാർക്ക് കൊട്ടിയാൻ സാധ്യതയുണ്ട്. തിയറി എന്ന് പറഞ്ഞാൽ 10 മാർക്ക് തിയറി ക്വസ്റ്റ്യനാണ്. അത് മൊത്തം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനാണ്, MCQs. അപ്പോൾ അതൊരു ഫിക്സഡ്. ഞാൻ നിങ്ങൾക്കൊരു 100 ക്വസ്റ്റ്യൻ പഠിപ്പിച്ചത് അല്ലെങ്കിൽ 150 ക്വസ്റ്റ്യൻ പഠിപ്പിച്ചത് അത് തന്നെയാണ്. അത് തിരിച്ചും മറിച്ച് ചോദിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ മാത്സ് പോലെ മൊത്തം പഠിച്ച് കുറേ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. 100, 150 ചോദ്യം ഞങ്ങൾ പഠിപ്പിച്ചു തരും. ആ ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് തന്നെ വരുള്ളൂ. അപ്പോൾ തിയറി ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് സെറ്റാക്കി തരാം. റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ IT റെക്കോർഡ് ബുക്ക്, അതിന് 2 മാർക്ക് കിട്ടും. നിങ്ങൾ എന്താണെങ്കിലും ചെയ്യണം, നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചോളൂ സ്കൂളുകാർ. അപ്പോൾ അത് നിങ്ങൾക്ക് സെറ്റായി. ഇനി വരുന്ന പ്രാക്ടിക്കലാണ്. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ 28 മാർക്കിൻ്റെ പ്രാക്ടിക്കലാണ്. 4 ക്വസ്റ്റ്യൻ. ഓക്കെ, 4 ക്വസ്റ്റ്യൻ ആണ് 7 മാർക്കിന്. 4 into 7 ആണ് വരിക പ്രാക്ടിക്കലിന്. ഓക്കെ, 4 into 7 പ്രാക്ടിക്കൽ. പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ ഓരോ സെറ്റ് എന്നാണ് വരിക. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് പൈത്തൺ ആയിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ക്സ്കേപ്പ് ആയിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റേ ഓഫീസ് പോലത്തെ ഇങ്ങനെ ഷീറ്റൊക്കെ ഉണ്ടാക്കുന്ന സംഭവമായിരിക്കും. എന്ത് വന്നാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, കഴിഞ്ഞ വർഷം SSLC സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ വളരെ ഹെൽപ്ഫുള്ളായ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഇതാ ഞാനൊരു പ്ലേലിസ്റ്റ് ഹലൻ സാറിനെ ചെയ്തതാണ്. നിങ്ങൾക്ക് വേണ്ടി എല്ലാം പഠിപ്പിക്കുന്നത്, എല്ലാ സോഫ്റ്റ്വെയർ, എല്ലാ തിയറിന് കഴിഞ്ഞ വർഷത്തെ പ്ലേലിസ്റ്റ് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. ഓക്കെ, നോക്കിക്കോ, നിങ്ങളെ നോക്കി എത്ര ലക്ഷം വ്യൂസാണ്. 3 ലക്ഷം, 2 ലക്ഷം, 2.5 ലക്ഷം, 3 ലക്ഷം വ്യൂസാണ് ഓരോ വീഡിയോനും. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻറ്റ് തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ പ്രാക്ടിക്കൽ 7 മാർക്ക് ഷുവർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ അത് എല്ലാം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന എല്ലാ ക്വസ്റ്റ്യനും കഴിഞ്ഞ വർഷം ചെയ്ത് വെച്ചിട്ടുണ്ട്. മെയിൽ മെർജ് ഉണ്ട്, സൺക്ലോക്ക് ഉണ്ട്. ആ സൺക്ലോക്ക് സോഫ്റ്റ്വെയർ മൊത്തം നമ്മൾ അടിച്ച് പെറുക്കി പഠിക്കുന്നുണ്ട്. അതിൻ്റെ ഷോർട്ട് കട്ട്സും ഈ വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നത് തിയറിയിൽ എന്തൊക്കെ ചോദിക്കുന്നു അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ ഇത്രയും വീഡിയോസ് ഒന്നും അല്ല, 28 വീഡിയോസ് ഒന്നും ലൈവ് ഒക്കെ ഉണ്ട്. ഈ വർഷവും പുതിയ കുറച്ചുകൂടി അടിപൊളി ക്ലാസ്സസ് ഞാൻ തന്നെ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫുൾ റെഡി ആയിരുന്നോ? ഇനി ഇപ്പോഴേ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷത്തെ പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, മറക്കണ്ട. ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്കറിയാലോ, ഇതൊക്കെയാണ് ചാപ്റ്റേഴ്സ് വരുന്നത്. തിയറി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ പേജും എല്ലാ ലൈനും ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. വായിക്കുക, മനസ്സിലാക്കുക. പ്രാക്ടിക്കലിന് വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളെ തിയറിയിൽ ചോദിക്കുള്ളൂ. അവർ ചോദിക്കും ഈ ബട്ടണിൻ്റെ ഞെക്കിയാൽ എന്തൊക്കെയാണ് വരിക,
നിങ്ങൾക്ക് ഒരു സാധനം കോപ്പി ചെയ്യുകയാണെങ്കിൽ അതാണോ നിൽക്കുക ഇതാണോ നിൽക്കുക അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരിക. എല്ലാം ആൻസർ ചെയ്യാൻ പറ്റും. ചില തിയറി ക്വസ്റ്റ്യൻസ് ഒരു ഓപ്ഷൻ കറക്റ്റ് ആയിരിക്കും, ചില തിയറി ക്വസ്റ്റ്യൻസ് 2 ഓപ്ഷൻ കറക്റ്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനത്തെയൊക്കെയാണ് വരിക. അപ്പോൾ ഇതൊക്കെ മൊത്തം ഞാൻ പഠിപ്പിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഇതിൽ A+ മേടിക്കാൻ സിമ്പിളാണ്, നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങൾ ഒന്നും പഠിക്കാതെ പോയാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടാതിരിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ കണ്ടിട്ട് പോയി എഴുതിയ A+ ഉറപ്പാണ്. ഇനി ബാക്കി സബ്ജക്ട്സിന് A+ ഉറപ്പാക്കാൻ വേണ്ടി നിങ്ങൾക്ക് SSLC റിവിഷൻ ബാച്ച് ഫ്രീ ആയിട്ട് കിട്ടും. +1 ജോയിൻ ചെയ്യുക. ഇത് ജോയിൻ ചെയ്യണം എന്ത് ചെയ്യണം മക്കളെ? ഇവിടെ നമ്പറില്ലേ, ഞാൻ പറഞ്ഞത് നമ്പർ, ഈ നമ്പർ ഇവിടെ താഴെ നമ്പറുണ്ട്. ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി, വാട്സാപ്പ് ചെയ്താൽ വേഗം അഡ്മിഷൻ ഉറപ്പിക്കാം. അങ്ങനെയാണ് ഞങ്ങൾക്ക് വേഗം ബുക്ക് എടുത്ത് ബുക്ക് അയച്ചു തരാം. ആൻഡ് എക്സാമിന് സമയമാകുമ്പോഴത്തേക്കും ബുക്ക് കിട്ടി അടിപൊളിയായിട്ട് റിവിഷൻ ക്ലാസ് വെച്ചിട്ട് എല്ലാ ക്വസ്റ്റിനും പഠിച്ച് IT-ക്കും A+ മേടിക്കാം, ബാക്കിയുള്ള സബ്ജക്റ്റിനും A+ മേടിക്കാം. സോ ഓൾ ദ ബെസ്റ്റ്. നമുക്ക് IT ക്ലാസ് കാണാം. ഡെയിലി 7:30 ഈ ചാനൽ ലൈവുള്ള കാര്യം മറക്കരുത്. അത് വെച്ച് ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാം. ഓക്കെ.